തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി നവംബർ 24 ഉച്ചകഴിഞ്ഞ് 3 മണി വരെയാണ്. അതോടെ ഓരോ വാർഡിലെയും മത്സരചിത്രം വ്യക്തമാകും. പത്രിക പിൻവലിക്കുന്നതിനായി സ്ഥാനാർത്ഥിക്കോ നാമനിർദ്ദേശകനോ സ്ഥാനാർത്ഥി അധികാരപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഏജന്റിനോ ഫോറം 5-ൽ തയ്യാറാക്കിയ നോട്ടീസ് നൽകാൻ കഴിയും. സമയപരിധി അവസാനിച്ചതിനു ശേഷം റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാല ക്രമത്തിൽ സ്ഥാനാർത്ഥിയുടെ പേര്, വിലാസം, അനുവദിച്ച ചിഹ്നം എന്നിവ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. അതാത് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി ഓഫീസിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. 82,020 വനിതകളും 72,524 പുരുഷന്മാരും 3 ട്രാൻസ്ജെൻഡറുകളുമാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. 23,576 തദ്ദേശ വാർഡുകളിലേക്കായി 1,40,995 പത്രികകളാണ് അംഗീകരിച്ചത്. 2,261 പത്രികകൾ തള്ളി. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 527 പത്രികകൾ തള്ളി. കോട്ടയത്ത് 401 എറണാകുളത്ത് 348 പത്രികകളും തള്ളി. വിമതശല്യവും ഘടകകക്ഷികൾ ഉയർത്തുന്ന വിമതസ്വരവും പ്രമുഖ മുന്നണികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കോർപ്പറേഷനിലേക്കും നഗരസഭയിലേക്കും പഞ്ചായത്തുകളിലേക്കും വിമതശല്യം ശക്തമായി തുടരുകയാണ്. വിമത സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. ബന്ധപ്പെട്ട വരണാധികാരിക്കാണ് അപേക്ഷ നൽകേണ്ടത്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിശീലനം ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ജില്ലകളിൽ നടത്തും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലെ ഹൈക്കോടതി നിർദ്ദേശം കർശനമായി നടപ്പാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്.